അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികൾ, എന്തെല്ലാം സുഖല്ലേ? ഇനി നമുക്ക് പുതിയൊരു യൂണിറ്റാണ് ആരംഭിക്കാനുള്ളത്. അൽ വഹ്ദത്തു സാലിസ അല്ലേ, മൂന്നാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. അതിൽ അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയത്തി, അന്ത നീയാണ്, അഹഖു ഏറ്റവും അവകാശപ്പെട്ടവൻ, ഏറ്റവും അർഹതപ്പെട്ടവൻ, ബിഹാദിഹിൽ ഹദിയത്തി ഈ സമ്മാനം കൊണ്ട്. ഇതിൽ നമുക്ക് 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. 1 അമാമൽ മുദരിസി, 2 അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയത്തി, 3 യൗമുൻ സഈദ്, 4 ഫാത്തിഹൈനി. അതിലേറ്റവും ഫസ്റ്റ് അമാമൽ മുദരിസിയാണ്. നമ്മൾ അതിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ഒരു ഫോട്ടോ കാണാം, ഒരു പിക്ചർ കാണാം. നുലാഹിലു സൂറത്ത വ നുഅബ്ബിറു. അതിൽ ഒരു അധ്യാപികയും ഒരു വിദ്യാർത്ഥിയും കുറേ സ്റ്റെപ്പുകളും നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാദാ തറൗന ഫി സൂറത്തി. മാദാ എന്താണ്, ഫി സൂറത്തി തറൗന നീ കാണുന്നത്, ഫി സൂറത്തി ഫോട്ടോയിൽ നീ എന്താണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന വസ്തുക്കളുടെ പേരുകൾ എഴുതാം. നമുക്ക് എന്തൊക്കെയാണോ കാണുന്നത് അത് എഴുതി കൊടുക്കാം. അടുത്തത്, മാ റിസാലത്തു ഹാദിഹി സൂറത്തി. ഈ ഫോട്ടോയിൽ ഉൾക്കൊള്ളുന്ന സന്ദേശം എന്താണ്? എന്താണ് സന്ദേശം? നമുക്ക് മലയാളത്തിൽ പറയാം. ഉന്നതങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചു വളർത്തുന്നത് അധ്യാപകരാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഐന തദ്ഹബുൽ മുദരിസത്തു. എവിടേക്കാണ് പോകുന്നത്? അൽ മുദരിസത്തു അധ്യാപിക എവിടേക്കാണ് പോകുന്നത്? ഇത്രയും ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. അപ്പോൾ ഉന്നതമായ സ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദറജത്തുല്ലുല്യ, വിഭിന്നമായ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അല്ലേ നമ്മളെ നയിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നോക്കാം. അമാമൽ മുദരിസി, അധ്യാപകൻ്റെ മുന്നിൽ. അസ്സലാമു അലൈക്കും. ഇതൊരു നാടകമാണ്. ഈ നാടകത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ നാടകത്തിലെ അഭിനയിക്കുന്ന ആളുകൾ, ആ നാടകത്തിൽ ഓരോ വ്യക്തികൾ, അവരെക്കുറിച്ച് നമ്മൾ ആരൊക്കെയാണ്, അവർ പിന്നെ ഏതൊക്കെ രൂപത്തിലുള്ളവരാണ് എന്നുള്ളതൊക്കെ പറയും. അസ്സലാമു അലൈക്കും. അദ്ഖുലു, ഞാൻ സലാം പറഞ്ഞു. അദ്ഖുലു, പ്രവേശിക്കട്ടെയോ, ഞാൻ കടക്കട്ടെയോ, ഞാൻ ക്ലാസ്സിൽ പ്രവേശിക്കട്ടെയോ എന്ന് അറബിയിൽ ചോദിക്കുന്നത്. അദ്ഖുലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവേശിക്കും. അദ്ഖുലു, ഞാൻ പ്രവേശിക്കട്ടെയോ. അപ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ കടക്കട്ടെ എന്ന്, മേ കമ്മിങ് സർ പ്ലീസ് എന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇൽത്തഫത്ത, തിരിഞ്ഞു നോക്കി, അൽ മുദരിസു അധ്യാപകനും, വദ്ദാരിസുവിനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വിദ്യാർത്ഥികളും, നെഹവ സൗത്തി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഫൈദാ സമയത്ത് ഷഫീഖുൻ, ഷഫീഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, വാഖിഫു നിൽക്കുന്നുണ്ട്, ഇൻദൽ ബാബി ഡോറിൻ്റെ അടുത്ത്, വവ ഖജിലുൻ, അവൻ ഖജില് എന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയുക, പിന്നെ നമ്മൾ മോശം എന്നൊക്കെ പറഞ്ഞില്ലേ, ഖജിലിൻ്റെ മീനിങ്സ് പിന്നെ ഒരു ലജ്ജയോട് കൂടി നിൽക്കുക. ലജ്ജ എന്നല്ലേ നിങ്ങളവിടെ പറയാം. ഒരു ലജ്ജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലി അന്നഹു, തീർച്ചയായും അവൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലജ്ജിക്കുന്നത്? അവനായതുകൊണ്ട്. വസല ഇല സഫി, ക്ലാസ്സിലേക്ക് അവൻ എത്തി. മുതാഹിറൻ, വളരെ ലൈറ്റായിട്ടാണ് അവൻ വന്നത്. എന്നെങ്കിലും ഒരു ദിവസം ലൈറ്റായിട്ട് വന്നാൽ ലജ്ജിക്കൊന്നുമില്ല, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. പക്ഷേ ആദത്തിഹി, അവൻ പതിവായിട്ട് അങ്ങനെ തന്നെയാണ്. അവൻ ക്ലാസ്സിൽ വരുന്ന ദിവസങ്ങളൊക്കെ വൈകിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവനക്ക് ലജ്ജയോടുകൂടിയാണ് അവരെ ഫേസ് ചെയ്യുന്നത്. അങ്ങനെ റദ്ദസ് മുദരിസു, അധ്യാപകൻ മടക്കി, അസ്സലാം സലാം മടക്കി, വസഅല അവനോട് ചോദിച്ചു, ലിമ തഅഖറു
ലമ തത്അഖറു, നീ എന്താണ് വൈകിയത്, ഇങ്ങനെ വൈകി വരുന്നത് എന്തുകൊണ്ടാണ്, ഹാക്കഥ, ഇപ്രകാരം, കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഇങ്ങനെ വൈകി വരുന്നത് എന്തുകൊണ്ടാണ് എന്നവനോട് ചോദിച്ചു. അമാ തരിഫു, നിനക്കറിയില്ലയോ, അഹമ്മിയത്ത, പ്രാമുഖ്യത്തെക്കുറിച്ച്, മുവാദിബത്തുൽ ഔഖാത്തി, സമയനിഷ്ഠ പാലിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിനക്ക് അറിയില്ലയോ. മാ യംനൗക, നിന്നെ എന്താണ് തടഞ്ഞു വെക്കുന്നത്, മിനൽ വുസൂലി, എത്താൻ, ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്, ഫിൽ മൗഇദി, കൃത്യസമയത്ത് തന്നെ, കൃത്യസമയത്ത് നീ സ്കൂളിലേക്ക് എത്താൻ നിനക്ക് തടസ്സമാകുന്നത് എന്താണ് എന്ന് അധ്യാപകൻ ചോദിച്ചു. ആ സമയത്ത് താമ ഷഫീഖ് നിന്നു, അമാമൽ മുദരിസി, അധ്യാപകൻ്റെ മുമ്പിൽ, സ്വാമിത്തൻ, നിശബ്ദനായി നിന്നു. ദരിഫത്ത് ഐനാഹു, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ദരിഫത്ത് നിറഞ്ഞു. വർത്താദത്ത് ഷഫത്താഹു, അവൻ്റെ ചുണ്ടുകൾ, ഇർത്താദ എന്ന് പറഞ്ഞാൽ വിറച്ചു. അന്നഹു യുആനി, അവനെ എന്തെല്ലാം അസ്വസ്ഥനാക്കുന്നത് പോലെ, മിൻ ഇദ്ദത്തി മഷാക്കില, ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം, മഷാക്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, ധാരാളം പ്രയാസങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അവനാകെ വിറച്ചുകൊണ്ട്, ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നാടകത്തിലൂടെ നമുക്ക് ഈ പാഠത്തിൻ്റെ തുടർച്ച ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.